ഇവിടെ ചിലയിടങ്ങളിൽ പൊതുവെ സമാധാനപരമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. പക്ഷേ ചിലയിടങ്ങളിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ അല്പം മുൻപൊക്കെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, പാലാരിവട്ടത്തെ ഒരു ബൂത്തിൽ വോട്ട് ചെയ്യാനെത്തിയ ആൾ ഇവിടെ എത്തിയപ്പോഴേക്കും അദ്ദേഹത്തിന്റെ പേരിൽ ഒരു അദ്ദേഹത്തിന്റെ പേരിൽ പോസ്റ്റൽ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുകയായിരുന്നു. പേരെന്ന് പറയുന്നത് എൻ്റെ ഒരു അനൂപ് എന്നാണ്. ഞാൻ വോട്ട് ചെയ്യാൻ വന്നപ്പോൾ എൻ്റെ വോട്ട് ലിസ്റ്റിൽ അത് PB നോട്ട് ചെയ്തിട്ടുണ്ട്, പോസ്റ്റൽ ബാലറ്റിന് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ടെൻഡർ വോട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. അത് എന്താ അങ്ങനെ സംഭവിച്ചതെന്നറിയില്ല. ഇതേ പേരുള്ള മറ്റൊരാളുടെ അപേക്ഷ വന്നുകൊണ്ട് അങ്ങനെ എന്തോ മിസ്റ്റേക്ക് വന്നതാണ്. താങ്കൾ ഏതെങ്കിലും വിധത്തിൽ പോസ്റ്റൽ വോട്ടിന് അർഹതയുള്ള ആളാണ്? അല്ല. എന്താണ് അവർ പറയുന്നത്? പ്രിസൈഡിംഗ് ഓഫീസർ വിളിച്ചപ്പോൾ പറഞ്ഞത് ഇത് എൻ്റെ എക്വിപ്പ് നമ്പർ വെച്ചിട്ട് വേറൊരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട് പോസ്റ്റൽ വോട്ടിന് വേണ്ടി, അപ്പോൾ അതുകൊണ്ട് സംഭവിച്ചാണെന്നാണ് പറഞ്ഞത്. ആദ്യഘട്ടത്തിൽ ടെൻഡർ വോട്ട് ചെയ്യാനായിട്ട് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞു? ഇല്ല, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ടെൻഡർ വോട്ട് ചെയ്യാൻ സാധിച്ചു. അവസാന നിമിഷത്തിലാണ് വോട്ട് ചെയ്യാൻ സാധിച്ചു. കുഴപ്പമില്ല. വേറെ മറ്റേതെങ്കിലും പരാതികളോ അന്വേഷണങ്ങളോ അങ്ങനെ? ഇല്ല, പരാതികളൊന്നുമില്ല. ടെൻഡർ വോട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നേരിട്ട് ഉയർന്ന ഉദ്യോഗസ്ഥർ കളക്ടർ അടക്കം വിളിക്കുക? ഇല്ല, ഇവിടെ ബൂത്തിൽ തന്നെ തീർത്തു. ഇതാണ് ഇവിടെ പാലാരിവട്ടത്തിൽ, തൃക്കാക്കര മണ്ഡലമാണ്. തൃക്കാക്കര മണ്ഡലത്തിൽ പാലാരിവട്ടത്തെ ഒരു ബൂത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം. അദ്ദേഹം വോട്ട് ചെയ്യാൻ എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു പോസ്റ്റൽ വോട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതാണ് വലിയ രീതിയിലുള്ള കൺഫ്യൂഷൻ ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിന് ടെൻഡർ വോട്ട് ചെയ്യുന്നതിൽ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവസാന ഘട്ടമായപ്പോഴേക്കും അത് പ്രിസൈഡിംഗ് ഓഫീസർ തന്നെ നേരിട്ട് അത് പ്രശ്നങ്ങൾ പരിഹരിച്ച് ഇപ്പോൾ അദ്ദേഹം ടെൻഡർ വോട്ട് രേഖപ്പെടുത്തി പോവുകയാണ്. എറണാകുളം ജില്ലയിൽ 77%, അത് 80-നോട് അടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിലൊക്കെ അന്തിമ കണക്ക് വരുന്നതേ ഉള്ളൂ. ഒപ്പം കൊച്ചി മേഖലകളൊക്കെ, കുമ്പളങ്ങി അടക്കമുള്ള കൊച്ചി മേഖലകളിലൊക്കെ വലിയ രീതിയിലുള്ള പോളിംഗ് വൈകുന്നേരവും ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ചെറിയ തോതിലുള്ള ഒരു 3-4 കേസുകൾ മാത്രമാണ് ഇത്തരത്തിൽ കള്ളവോട്ട് ആരോപണങ്ങൾ, പരസ്പരം വോട്ട് ചെയ്യുക, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. മറ്റ് നോക്കുകയാണെങ്കിൽ പൊതുവെ സമാധാനപരമായിട്ടാണ് എറണാകുളം ജില്ലയിൽ ഇത്തവണ വോട്ട് നടപടിക്രമങ്ങളെല്ലാം തന്നെ, തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ നടന്നിട്ടുള്ളത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ നമുക്ക് ഇതിന്റെ ഒരു പൂർണ്ണ ചിത്രം കിട്ടും. എത്ര ശതമാനമാണ് എന്നതിന്റെ ഒരു കൃത്യമായ കണക്ക് കിട്ടും. അതിൽ തന്നെ കുന്നത്തുനാട്, തൃപ്പൂണിത്തുറ മണ്ഡലങ്ങളിലൊക്കെ വലിയ തോതിലുള്ള വോട്ടാണ് രേഖപ്പെടുത്തിയത്. ഏകദേശം 3:30 മണിക്ക് തന്നെ 80-നോടടുത്ത് വോട്ട് അവിടെ കുന്നത്തുനാട്ടിലൊക്കെ രേഖപ്പെടുത്തിയിരുന്നു. അങ്ങനെ ഗ്രാമീണ മേഖലകളിൽ വലിയ തോതിലുള്ള പോളിംഗ് ഉണ്ടായിട്ടുണ്ട്. രാവിലത്തെ ഒരു കണക്ക് പരിശോധിച്ചാൽ നഗരപ്രദേശങ്ങളിലൊക്കെ രാവിലെ വലിയ രീതിയിലുള്ള പോളിംഗ് കാണിച്ചിട്ടുണ്ടായിരുന്നു. പോളിംഗ് ശതമാനമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും സമാധാനപരമായിട്ട് നിലവിൽ ഈ പോളിംഗ് അവസാനിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്.